ഇതുപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് വഴുതനങ്ങ അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടി വയ്ക്കുക. പിന്നെ വെള്ളത്തിലിടരുത് കേട്ടോ. അതിനുശേഷം ഒരു പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ സിമ്മിൽ വയ്ക്കുക കേട്ടോ. അതിനുശേഷം ഒരു 5-8 വെളുത്തുള്ളി എടുത്ത് ചതച്ച്, നന്നായി ചതയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുമ്പോൾ മുളക് അതായത് കുത്തിപ്പൊടിച്ച മുളക് ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ഉപ്പ് പുരട്ടി വെച്ച വഴുതനങ്ങ അതിലേക്ക് ചേർക്കുക. അപ്പോൾ വഴുതനങ്ങ അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിടരുത് കേട്ടോ. വെള്ളത്തിലിടാണ്ട് തന്നെ ഉപ്പ് പുരട്ടി വെച്ചാൽ മതി. പിന്നെ തീ കുറച്ചും കൂടെ ഒന്ന് കൂട്ടി വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടെ ഇളക്കി കൂട്ടി അടച്ചു വയ്ക്കുക. ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ 5 മിനിറ്റ് മതിയാവും നമ്മുടെ ഈ വഴുതനങ്ങ വാടിക്കിട്ടാൻ. ഇതൊരു 3 വഴുതനങ്ങയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര വഴുതനങ്ങ എടുക്കണേ അതിനനുസരിച്ചിട്ട് ഉപ്പ് തിരുമ്മി വയ്ക്കുക. അതുപോലെ തന്നെ മുളക് പൊടിയും ഒക്കെ അതിനനുസരിച്ചിട്ട് കൊടുക്കുക. വെളുത്തുള്ളി 5-10 എണ്ണമൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉപ്പൊക്കെ ആദ്യമേ തിരുമ്മി വെച്ച കാരണമാണ് ഉപ്പ് ഇടാത്തത്. പിന്നെ കറിവേപ്പിലയൊക്കെ മുമ്പേ തന്നെ ഇടാം കേട്ടോ. നമുക്ക് വെളുത്തുള്ളി മൂപ്പിക്കണ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി. പെട്ടെന്ന് നമുക്ക് സവാളയൊന്നും അരിയാൻ സമയമില്ലാത്ത സമയത്താണെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.